എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും നിരാശരാവേണ്ട. ഒരുപാട് പേർക്ക് മാർക്ക് കുറവുള്ളവരുണ്ട്. കാരണം പൊതുവേ പ്ലസ് ടുവിൻ്റെ പേഴ്സൻറ്റേജ് വിജയ ശതമാനം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അത് നല്ല മാർക്കാണ്, സ്കോറാണ്. അതിൽ നിങ്ങൾ ആരും നിരാശരാവേണ്ട. പറ്റുന്നവർ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ലോ ഉള്ള കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റിന് ശ്രമിക്കുക. ഇനി പാസ്സായിട്ടില്ലാത്ത ഒരുപാട് കുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനത്തെ വിദ്യാർത്ഥികൾ നിങ്ങൾ എക്സാം എഴുതുക, അറ്റൻഡ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ നിങ്ങളടുത്ത് പറയാനുള്ളത് LBSൻ്റെ അലോട്ട്മെൻറ്റിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വിദ്യാർത്ഥിയുടെ സ്കോർ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഫുൾ A+ ആണല്ലേ. ഫുൾ A+ ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. പ്ലസ് ടുവിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് നഴ്സിംഗ് പാരാമെഡിക്കൽ അലോട്ട്മെൻറ്റിന് നോക്കുന്നത്. പ്ലസ് 1 ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലസ് ടുവിൽ മാർക്ക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 300-ൽ 273 മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ലഭിച്ചത് എന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാർക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാർക്കും അതേപോലെ ടോട്ടൽ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നഴ്സിംഗ് പാരാമെഡിക്കലിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് സെക്കൻഡ് ഇയറിലെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. ടൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 2 പേർക്ക് ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പ്ലസ് 1ൻ്റെ പെർസെൻറ്റേജും കൂടെ നമ്മൾ പരിഗണിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഇൻഡെക്സ് മാർക്കായിട്ട് നിങ്ങൾ പ്ലസ് 2ൻ്റെ മാർക്കാണ് നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പെന്നും പേപ്പറൊക്കെ എടുത്തിട്ട് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര ഇൻഡെക്സ് മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത് നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒരുപാട് വിദ്യാർത്ഥികളുടെ നമ്മളിപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അസസ്മെൻറ്റ് നടത്താൻ ഈ വർഷം എത്രത്തോളം കുട്ടികൾക്ക് എത്ര ഇൻഡെക്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാനൊരു റഫായിട്ട് ചെയ്തതാണ്. നമ്മൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്. പ്ലസ് ടുവിൻ്റെ മാർക്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നമുക്ക് ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്കാണ് LBSലേക്ക് പരിഗണിക്കുന്നത്. ഇനി BASLP എന്ന് പറയുന്ന കോഴ്സിൽ ബയോളജി മാത്രമല്ല, നിങ്ങൾക്ക് ബയോളജി അല്ലാതെ മാത്സ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികളാണെങ്കിൽ മാത്സിൻ്റെ സബ്ജക്റ്റിൻ്റെ മാർക്കാണ് നിങ്ങൾ ഇൻഡെക്സ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നമുക്ക് മെയിനായിട്ട് ഇൻഡെക്സ് മാർക്കിലേക്ക് പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ 120ലേക്ക് ഡിവൈഡ് ചെയ്യാം. അതിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് മാർക്കുണ്ട്. ആ മാർക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ടോട്ടലി 300ലേക്കാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. കമൻസിൽ നിങ്ങൾ രേഖപ്പെടുത്തുക എത്രയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റാ ബേസിസിൽ നമ്മൾ ഏകദേശം ഇപ്രാവശ്യം കട്ട് ഓഫ് വരുന്നത്, നമുക്കൊരു 100 ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഏകദേശം കട്ട് ഓഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. മാക്സിമം എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇന്ന് തന്നെ എല്ലാവരും ഇൻഡെക്സ് സ്കോർ എത്രയാണെന്നുള്ളത് നോക്കുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. വരുന്ന വീഡിയോയിൽ ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ്. നിങ്ങൾ സ്റ്റേ ട്യൂൺ, ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.